എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ ബാച്ചിലേഴ്സിന് എളുപ്പത്തിൽ ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു ബീഫ് കറി, ബീഫോ വീലോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ വീൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുമോ നമുക്ക് നോക്കാം. നമ്മളിതിൽ ചില്ലി പൗഡർ, അതായത് മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല. നമ്മൾ ഓൾ കൊറിയാണ്ടറും കുരുമുളകും മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. അത് പൊടിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഈ ക്രിസ്മസിന് ബാച്ചിലേഴ്സിന് പറ്റിയ ബീഫ് കറി അല്ലെങ്കിൽ ഒരു വീൽ കറി എങ്ങനെ ഉണ്ടാക്കുമോ നമുക്ക് നോക്കാം. നമ്മളിതിനു വേണ്ടി 1 കിലോളം വീലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതൊരു കാളക്കിടാവിൻ്റെ ഇറച്ചിയായതുകൊണ്ട് കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും. നമ്മളിതെടുത്തിട്ട് നല്ല ചെറുതായിട്ട് അരിയുക. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിയും കുരുമുളകോട് പൊടിച്ചതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളിതിനു വേണ്ടി 2.5 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിയും കുരുമുളകും പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 1.5 ഓൾ മല്ലിയും 1 ഓൾ കുരുമുളകുമാണ് നമ്മൾ പൊടിക്കുന്നത്, വറുത്താണ് പൊടിക്കുന്നത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതേപോലെ തന്നെ 1 പിഞ്ച് ഉലുവ, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കായം. ഇത്ര നമ്മൾ ചേർക്കണം. ഇത് ചേർത്തിട്ട് കുറച്ച് സോൾട്ടും ആഡ് ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ ബീഫ് അല്ലെങ്കിൽ വീലിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു സൈഡിലൂടെ 1/2 മണിക്കൂറോളം മാറ്റി വെക്കുക. ഇതൊക്കെ നമ്മുടെ മസാലയ്ക്ക് വേണ്ടി ഒരു 6 സവാള, ഒരു 2 തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതേപോലെ 3-5 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത്ര എടുത്തു. ഇത് നമ്മൾ ചോപ്പറിൽ ഇത് ചോപ്പ് ചെയ്തെടുക്കണം. നമുക്ക് നൈഫിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ചോപ്പറാകുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. ബാച്ചിലേഴ്സിനാകുമ്പോൾ കുറച്ച് ചോപ്പറാകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്യുക. എല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ വീൽ അല്ലെങ്കിൽ ബീഫിലേക്ക് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും ആഡ് ചെയ്യുക, കറിവേപ്പില ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ കുക്കർ എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് ഇട്ടൊരു 4 വിസിലോളം മതിയാവും. ബീഫ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു 5-6 വിസിൽ വേണ്ടി വരും. വീലാകുമ്പോൾ ഒരു 4 വിസിലിൻ്റെ ആവശ്യം വരത്തുള്ളൂ. കുക്കായി കിട്ടും. 4 വിസിലിന് ശേഷം നമ്മുടെ കുക്കർ തുറക്കുക. ഇനി നമ്മൾ ചട്ടി വെക്കുക. മൺചട്ടിയോ അലുമിനിയം ചട്ടിയോ സ്റ്റീൽ ചട്ടിയോ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 2 പീസ് ഡ്രൈ ചില്ലി ആഡ് ചെയ്യുക. അതിനുശേഷം സവാള, നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട് എക്സ്ട്രാ, അപ്പോൾ 7 സവാളയായി. മീഡിയം സവാളയാണ്, അത് തിന്നായിട്ട് അരിഞ്ഞത്. അത് ഇതിൽ നന്നായിട്ട് സോത്ത് ചെയ്യുക. കറിവേപ്പില ഇടുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുക്കണം നമ്മളിത്. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. ഒന്നുകൊണ്ടൊന്ന് കുക്കാക്കി എടുക്കുക. ഇനി നമ്മുടെ കുക്കറിൽ നമുക്ക് നമ്മുടെ കറി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്യുക. അപ്പോൾ നിന്ന് റെഡ്യൂസ് ആകും, നമ്മുടെ കറി നല്ല തിക്കാകും. അപ്പോൾ നമ്മുടെ സോൾട്ട് കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാച്ചിലേഴ്സ് ബീഫ് കറി അല്ലെങ്കിൽ വീൽ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക. എളുപ്പമാണ്, നിങ്ങൾക്ക് ഒന്നും സോത്ത് ചെയ്യാനൊന്നുമില്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു സോ മച്ച്.